മുത്തുമിനികളെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് സൂര്യൻ അസ്തമിച്ച് മാസം കണ്ടു എന്ന് അറിഞ്ഞ എന്തൊക്കെയാ ചെയ്യേണ്ടത്? മാസം കണ്ടു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്? മാസം കണ്ടു എന്ന് പറഞ്ഞാൽ കരുണക്കടല റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇന്നത്തെ രാവ്. മാസം കണ്ടു എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഈ റമളാൻ മാസം മുഴുവനായി നല്ലതുപോലെ നോമ്പ് നോറ്റ് ധാരാളമായ അമലുകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ എന്ന് ദുആരക്ക. എന്നിട്ട് പിന്നെ ഉടനെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഇതൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഉണങ്ങിയ ഇലയിടം ഉണങ്ങിയ മരത്തിന്റെ മുകളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവരുടെ പാപങ്ങൾ അല്ലാഹു കുഴിച്ചു കളയുമെന്നാണ്, അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളും അല്ലാഹു ഈ റമളാനിൽ മൊത്തമായി കൊഴിച്ചു കളഞ്ഞ്, ഒരു ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോയാൽ ആ മരം എങ്ങനെ വൃത്തിയിൽ നിൽക്കുവോ അത്രയും വൃത്തിയിൽ അല്ലാഹു നമ്മെ ആക്കിത്തരുകയും ചെയ്യട്ടെ. ധാരാളമായി അത് ചൊല്ലുക. അതേപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ എന്നുള്ള വിശുദ്ധമായ ദിക്റിനെ അങ്ങനെ ചൊല്ലന്നെ. നിസ്കാരത്തിന്റെ ശേഷം 3 അല്ല, എല്ലാ സമയത്തിലും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ധാരാളം 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 ധാരാളമായിട്ട് അങ്ങനെ ചൊല്ലുക. അതേപോലെ തന്നെ ഉമ്മമാരെ, ഇന്നത്തെ രാത്രിയിൽ തറാവിഹ് നിസ്കരിക്കാൻ മറന്നു പോകരുത്. തറാവിഹ് നിസ്കരിക്കാൻ മറക്കരുത്. തറാവിഹ് നിസ്കരിച്ചാൽ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശുദ്ധമായ തറാവിഹ് നിസ്കാരം വളരെ മഹത്വമുള്ളതാണ്, വളരെ പുണ്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളൊക്കെ കൊഴിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമൽ ഏതാണ്? ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, നീണ്ട നേരം നിന്ന് നിസ്കരിക്കലാണ് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് ശുദ്ധമായ തറാവിഹ് നിസ്കാരം. ആ തറാവിഹ് 20 റക്അത്ത് ഒരിക്കലും നാം എന്താക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. തറാവിന്റെ സമയം പ്രവേശിക്കൽ എപ്പോഴാണെന്ന് ചില ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. തറാവിന്റെ സമയം എപ്പോഴാ കിടക്കുക? തറാവിന്റെ സമയം ഇശാ നിസ്കരിച്ചാൽ, മനസ്സിലായില്ലേ? അല്ലാതെ ഇശാ ബാങ്ക് കൊടുത്താലല്ല, ഇശാ നിസ്കരിച്ചാലാണ് തറാവിന്റെ സമയം കിടക്കുക. ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ് തറാവിഹ് നിസ്കരിക്കേണ്ടത്. തറാവിന്റെ സമയം അങ്ങനെയാണ്. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാ ഉടനെ തന്നെ തറാവിന്റെ സമയം കടക്കും. തറാവിഹ് നിസ്കരിക്കണം, 20 റക്അത്ത് നിസ്കരിക്കണം. ആ 20 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ വിത്ർ 11 നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. ഇനി 11 ചെയ്യാൻ കഴിയാത്തവരോ 3 റക്അത്തെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കണം. 1 റക്അത്ത് നിസ്കരിച്ചാലും വിത്റാകും. പക്ഷെ 3 റക്അത്തെങ്കിലും ഒരു റക്അത്ത് കൊണ്ട് പതിവാക്കരുത്. 3 റക്അത്തെങ്കിലും നാം എന്താക്കണം? വിത്ർ നിസ്കരിക്കണം. അങ്ങനെ 23 റക്അത്ത്, അതായത് 20 റക്അത്ത് തറാവിഹും 3 റക്അത്ത് വിത്റും. അതല്ല 11 നിസ്കരിക്കാൻ കഴിയോ? 11 നിസ്കരിച്ചോളൂ. അത് കഴിഞ്ഞാൽ അപ്പോത്തിന് ആണുങ്ങളൊക്കെ നിർബന്ധമായിട്ടും തറാവിനെ പറഞ്ഞേക്കണം, പള്ളിക്ക് പറഞ്ഞേക്കണം. ഒരാളും വീട്ടിൽ നിർത്തരുത്, അങ്ങാടി നിർത്തരുത്. വയ്യൊക്കെ നടക്കണ പോലെ വയ്യൊക്കെ നടന്നാൽ ശരിയാവും. മനസ്സിലായിട്ടില്ലേ? നമ്മൾ ഒന്ന് ഒരുങ്ങി തയ്യാറായ ഒക്കെ റെഡിയാവും മുത്തുമിനിങ്ങളെ. മനസ്സിലായിട്ടില്ലേ? എല്ലാം ശരിയാവും പറഞ്ഞില്ലേ? അതിൽ പെടും എല്ലാം. നമ്മളൊന്ന് ഒരുങ്ങി തയ്യാറായാൽ മതി, എന്നാ ഒക്കെ ശരിയാവും. ശരിയാവാത്ത ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് ബാക്ക് കൂടിയാൽ മതി. ഇശാ നിസ്കരിക്കാൻ വേണ്ടത് തറാവിന് കൂടെയല്ല വേണ്ടത്, ഇശാ നിസ്കരിച്ചിട്ടാണ് തറാവി നിസ്കരിക്കേണ്ടത്. നമ്മളെ ടൈം ഓരോ വ്യക്തികൾക്ക് തറാവിന്റെ ടൈം പ്രവേശിക്കലാണുള്ളത്. തറാവി മനസ്സിലായിട്ടില്ല? ഇതുപോലെ യാത്രയുടെ സുന്നത്ത് നിസ്കാരം, യാത്രയുടെ സുന്നത്ത്